മസ്ജിദ് നബവിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവരാൻ ഒരു മയ്യത്ത് കൊണ്ടുപോയി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇയാൾക്ക് കടമുണ്ടോന്ന്, കടമുണ്ടോന്ന്. അപ്പോൾ ഈ മയ്യത്ത് ഇങ്ങനെ വെച്ചു. ഒരാൾ പറഞ്ഞു 2 ദീനാറ്. എത്രയുള്ളത്? 2 ദീനാറ്. മയ്യത്ത് നിസ്കരിക്കാൻ നിന്ന് നബി അവിടെ നിന്നാണ് മാറി. ഞാൻ നിസ്കരിക്കൂല പറഞ്ഞു. എന്ത് 2 ദീനാറ് കടബാധ്യതയുള്ള ഒരു മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ലോകഗുരു കാരുണ്യത്തിന്റെ തിരുദൂതർ അവിടെ മാറി. എന്താ കാരണം എന്നറിയോ? നബി പറഞ്ഞ കാരണം അറിയോ? ആ മയ്യത്തിന്റെ ചൂട് കാണൂല. ഹക്ക് വീട്ടാതെ ഒരുത്തന്റെ 1 ദീനാർ, 1 അറാക്കിന്റെ കൊള്ളിയാണ് അന്യന്റെ അടുത്തെങ്കിൽ വരുടോ ഒരു വലിയ ഭൂമിയും ചുമന്ന് അള്ളാന്റെ മുമ്പിൽ. 2 ദീനാർ ഞാൻ വീട്ടും, ഞാൻ പ്രശ്നം തീർന്നല്ലോ. ഓ നബീറിനായിക്കോട്ടെ, നിസ്കരിച്ചോളിയാണ്. പിറ്റേന്ന് ഈ ഏറ്റെടുത്ത സ്വഹാബിയെ അള്ളാഹുവിന്റെ റസൂല് കണ്ടിട്ട് ഒറ്റ ചോദ്യ. കാരണം അവരുടെ ഒരു ജാഗ്രത നോക്കണേ. ഇന്നലെ കഴിഞ്ഞാൽ എന്ന് ഓർക്കാത്ത ഒരാളല്ല അള്ളാന്റെ റസൂൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ആ കടം തീർത്തോന്ന്. അപ്പൊ അയാൾ പറയാണ്, നബിയെ ഞാൻ ഏറ്റെടുത്തപ്പോഴുള്ള ശൗര്യം എനിക്ക് നഷ്ടപ്പെട്ടു, മറന്നുപോയി. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞറിയോ? ആ മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത, ആ മയ്യത്തിൽ വിചാരണ നടക്കണില്ല, അതിന്റെ ചൂട് അറിയിട്ടില്ല. 2 ദിർഹം. ഞാനിവിടെ ആരെയും പേടിപ്പിക്കാനല്ല, ഉള്ളത് വിറ്റിട്ട്. ഞാൻ ഈ കാര്യം കുറച്ച് ഗൗരവമായിട്ട് പഠിച്ചപ്പോൾ ഞാൻ പുത്തനത്താനെയായിരുന്നു, നല്ലൊരു വീടുണ്ടായിരുന്നു എനിക്ക്. നിങ്ങളോട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഞാൻ ആ വീടത് വിറ്റു. കടബാധ്യത ഉണ്ടായിരുന്നു, പേടിച്ചിട്ട് വീടത് വിറ്റിട്ട്. എന്നോട് ഭാര്യയും മക്കളും ചോദിച്ചു, നമ്മളങ്ങോട്ട് പോകും. അള്ളാനെ സൂക്ഷിച്ച് അല്ലൊരു വഴി ഉണ്ടായി തരും, ബേജാറാണ്ട. കംപ്ലീറ്റ് കടമൊക്കെ അടുത്ത് തീർന്നു. നല്ല വീടായിരുന്നു, വലിയ വിവാദമായ വീടായിരുന്നു. ആ വീടാട് വിറ്റിട്ട് ഒന്നും ആലോചിക്കാതെ കംപ്ലീറ്റ് കടം തീർത്ത് ബാക്കിയുള്ള പൈസ കൊണ്ട് വീടിന്റെ മുറ്റത്തൊരു പള്ളി ഉണ്ടാക്കി. ഞാൻ നിങ്ങളോടൊക്കെ പറയണമെന്നറിയോ, ഒരുപാട് കടബാധ്യത ഗൾഫിലെ ജീവിതത്തിന്റെ ഒരു പ്രശ്നം എന്താ പറയുക? ഇന്നുള്ള കടം നാട്ടിൽ പോകുമ്പോൾ കുറച്ച് ആളുകൾ റിയാലൊക്കെ വാങ്ങിയിട്ടായിരിക്കും കുട്ടിക്ക് പർച്ചേസിങ് വരണം, അങ്ങനെ പോവുക. ചില കാര്യങ്ങളൊക്കെ നാട്ടിൽ ചെയ്യാനുണ്ടാവും, അതൊക്കെ ചെയ്തു കൊടുത്ത് വരുമ്പോ അങ്ങോട്ട് ചെല്ലുമെന്ന് വെച്ചാൽ എന്തൊക്കെയുള്ള ആളായിട്ടാണ് നമ്മളെ മക്കളടക്കം കരുതുക, മാതാപിതാക്കളും ബാക്കിയുള്ളവരൊക്കെ കരുതുക നല്ല കോളാവന്റെ അടുത്ത് നിന്നാണ്. ഇത് ഇവിടുന്ന് വാങ്ങിയിട്ട് തരാണ്. ഞാൻ എന്താ വിചാരിക്കുന്ന, നാട്ടിൽ ഇവിടെ വന്നാല് വീട്ടാണ്. ഇത് വീട്ടിൽ തീരുമ്പോഴേക്ക് പിന്നെ ഒരു നാട്ടിൽ പോണോ, അപ്പോഴതുപോലെ വാങ്ങി. മരിക്കണവരെ തീരൂല. ദയവ് ചെയ്ത് നിങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കണം, പറ്റെങ്കിൽ കുടുംബത്തിനെ കൊണ്ടുവന്ന് കാണിക്കുക ഇവിടെ എന്താ ചെയ്യുന്നത്. അറബിന്റെ കക്കൂസ കഴിക്കുന്നെങ്കിൽ ഭാര്യനോട് കാണിച്ചു കൊടുത്ത്, എന്റെ പണി ഇതാണ്, ഇത് മനസ്സിലാക്കിക്കോ. എന്റെ ജ്യേഷ്ഠനുണ്ട് എനിക്ക്. എന്റെ ജ്യേഷ്ഠൻ ഭയങ്കര കരച്ചിൽ. കുറെ വർഷങ്ങൾക്ക് മുമ്പാ എനിക്ക് ഫോൺ ചെയ്തിട്ട് എന്റെ കാക്ക കരയാണ്. ഞാൻ ചോദിച്ചു, കാക്ക എന്തിനാ കരയണ്? ഉപ്പാനെ കണ്ടിട്ട് കരയാണ്. ഞാൻ ചോദിച്ചു, ഉപ്പാനെ കണ്ടിട്ട് എന്തിനാ കരയണ്? ഉപ്പ എടുക്കണ ജോലി കണ്ടിട്ട് കരയാണ്. എന്താ വെച്ചാല് രാത്രി 11 മണിക്ക് 2 ആളും കിടന്ന്, ബാപ്പയും മോനും കിടന്നിട്ട് 12 മണിയാവുമ്പോ ബാപ്പാനെ കാണാനില്ല. രാത്രി 12 മണിക്ക് ബാപ്പാനെ കാണാനില്ല. അവിടെ എല്ലാ ഭാഗവും കിടക്കുന്ന റൂമും പരിസരവും ടോയ്ലറ്റും ഒക്കെ പരിശോധിച്ച് കിടന്നു. പിന്നെ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ കുനിഞ്ഞു കുത്തിരിഞ്ഞിട്ട് അറബികളെ കാറ് കഴുകുന്നു. 10 റിയാൽ കിട്ടും ഒരു കാറിന്. ഒരു 10-20 കാർ എടുക്കും രാത്രി. ഇത് കണ്ടിട്ട് കാക്കാക്ക് സഹിച്ചില്ല. എങ്ങനെയാണ് എൻ്റെ അപ്പ എന്നെ പോറ്റണതെന്ന്. ഇന്നും കാക്ക അത് പറയുമ്പോഴേ കരയും. പക്ഷേ കാക്കക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഇതാണ് എൻ്റെ അപ്പ, എൻ്റെ അപ്പാനെ ഇനി ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾക്കൊക്കെ സംഭവിക്കുന്നല്ലോ, ഗൾഫിന്റെ പത്രാസ് കാണിക്കും ജീവിതത്തിൽ. ഞമ്മക്കറിയാം നമ്മൾ ആരാന്ന്. നരക 2 ദിർഹമിനാണ്. ഭാര്യയൊക്കെ അത് ബാധകല്ല, ഓക്കത് ഇങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെയാണോ എന്ന് സൂക്ഷിക്കാം. ആ അന്യം ചെയ്യുന്നത് കണ്ടിട്ട് ഭർത്താവിനെ കുരുക്കുത്തുക, ഇതുപോലൊക്കെ. നിങ്ങൾ 10 കൊല്ലം പോയിട്ട് അയാൾ 2 കൊല്ലമായിട്ടേ പോയിട്ടുള്ളൂ. അയാൾ അറബിനെ എത്തിക്കാനേ ചേർത്തിട്ട് അതൊക്കെ ചെയ്ത്. അല്ലാണ്ട് 25 കൊല്ലം കൊണ്ട് നേടേണ്ട ഒരുത്തൻ 2.5 മാസം കൊണ്ട് നേടിയെന്ന് പറഞ്ഞാൽ അത് ഹലാലല്ലാന്ന് ചിന്തിക്കാൻ തലച്ചോറുകൾക്ക് മനസ്സിലാവൂലേ? അതുകൊണ്ട് പടച്ചോൻ ഓർത്തിട്ട് എന്റെ ഉത്തരവാദിത്തം ഞാൻ പറയുന്നത്, നിങ്ങളോട് എനിക്ക് സ്നേഹം കൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും ഇത്തരത്തിലുള്ള ചൊറയെന്ന് രക്ഷപ്പെട്ട്